നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 13/7/2026 തിങ്കളാഴ്ച രാവിലെ 9 മണിക്കുള്ള റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ മുടങ്ങാതെ ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നവർ കമൻറ്റിലൂടെ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്ഡേഷൻ ആവും. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ പേരുകൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റബ്ബർ വിലകൾ നോക്കാം. ഇന്നത്തെ റബ്ബർ വിലകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. ഇന്നലെ ഒരാൾ കമൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞു പത്രങ്ങളിൽ റബ്ബർ വില 280 രൂപ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടന് കണ്ണാടി വെക്കേണ്ട സമയം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ച വില 276 അപ്പോൾ എനിക്ക് തന്നത് പോലെ പത്രക്കാർക്കും ഈ വില തന്നെയാണ് പോയിരിക്കുന്നത്. നിലമ്പൂരുള്ള കാർന്നോൻ വീണ്ടും കമൻറ്റ് നമുക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ ഒരാഴ്ചയായിട്ട് മഴ ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നിലമ്പൂർ ഭാഗത്തെ റബ്ബർ കർഷകർ രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മുടെ ഈ ജൂലൈ മാസം പെയ്യുന്ന മഴ നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇല കേട് ഉണ്ടാക്കാൻ കാരണമാകുന്നു, ഇല കൊഴിഞ്ഞു പോകാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ കർഷകർ രക്ഷപ്പെട്ടു എന്ന് പറയാം. വേറെ നമ്മളോട് കമൻറ്റ് പറഞ്ഞു പാല് കുറവാണെന്ന്. ശരിയാണ്, എല്ലാ ഭാഗത്തും പാല് കുറവാണ്. കാരണം അത് സംഭവിക്കാനുള്ള കാരണം കഴിഞ്ഞ 2-3 വർഷമായിട്ട് പെരുമഴയായിരുന്നു. അപ്പോൾ ആ മഴയത്തൊക്കെ നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ 5-6 ശിഖരങ്ങളൊക്കെ നിന്നിരുന്ന റബ്ബർ മരത്തിന് ഓരോ ശിഖരങ്ങൾ ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഒരു ശിഖരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും റബ്ബർ മരത്തിന് ഒരു ശിഖരം പോലും ഇല്ലാതെ റബ്ബർ ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റബ്ബർ മരത്തിന് ഇലയും ശിഖരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉൽപ്പാദനം കൂടുതലായിട്ടുള്ളൂ കിട്ടുകയുള്ളൂ. കാരണം റബ്ബർ മരത്തിന് ഒരു ആരോഗ്യം വേണം, എന്നെങ്കിലും നമുക്ക് പാല് കിട്ടുകയുള്ളൂ. അതാണ് പാല് കുറയാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ വില കൂടിയിട്ടും നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെട്ടിട്ടില്ല, കാരണം ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 276 രൂപ, RSS-5ന് 272 രൂപ, ISNA 20ക്ക് 235 രൂപ, ലാറ്റക്സ് 60%-ന് 178 രൂപ 60 പൈസ, ലൂസിന് 1 കിലോയ്ക്ക് 269 രൂപ, ലോട്ടിന് 236 രൂപ മുതൽ 241 രൂപ വരെ, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 174 രൂപ, 60% DRC ഉള്ളതിന് 130 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 276 രൂപ, RSS-5ന് 272 രൂപ. ഇനി നമുക്ക് റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 268 രൂപ, RSS-5ന് 264 രൂപ, ISS 234 രൂപ 50 പൈസ മുതൽ 235 രൂപ വരെ, ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 154 രൂപ മുതൽ 167 രൂപ വരെ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 253 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 12,650 രൂപ, 30% DRC ഉള്ളതിന് 15,180 രൂപ, 35% DRC ഉള്ളതിന് 17,710 രൂപ. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.